ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാളെയാണ് നമ്മുടെ വലിയ പെരുന്നാൾ. ഇന്നിപ്പോൾ രാത്രി ഒരു 11:30 ആയിട്ട് ഉണ്ടാവും. ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നേരത്തെ ചെന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഗൈസ്, ഇത് ഇവിടെ വീട്ടിലെത്തി. സമയം 12:30 ആയിട്ടാണ്. അവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നേരം വൈകി. ഇവിടുന്ന് പള്ളിക്കന്ന് തെക്ബീർ ചൊല്ലുന്നുണ്ട് കേട്ടോ. ഞാൻ വണ്ടി കഴുകാൻ വേണ്ടി വന്നതാണ്. വണ്ടിമ്മ ചളി നല്ല ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസം നല്ല മഴ ആയ കാരണം ടയറിൻ്റെ അവിടെ ഒക്കെ കണ്ട. സോ എന്തായാലും ആദ്യം വണ്ടി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വേഗം പോവാം. ഓക്കെ, ഇപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ. വണ്ടി അടിപൊളിയായിട്ട് കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7 മണിയായി സമയം. അപ്പോൾ ഇനി പോവല്ലേ? ഓക്കെ, സമയമായി. എത്ര മണിയായി? 7:45 ആയി. 8 മണിക്ക് ദിവസമായിരുന്നു. ചായ അടിച്ചിട്ട് ഞാൻ പോകും. പള്ളി എത്തിട്ടോ. നമ്മളിതാ പള്ളി പോയി വന്നിട്ടാ. പെരുന്നാൾക്കാരൊക്കെ കഴിഞ്ഞ് വന്നു. ഋഷാലിതാ ഇവിടെ മിഥിലാജുണ്ട്. അന്നെ മറ്റേ ഇതിലാണ് കൊടിക്കുത്തിമാലയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ വീട്ടിലെത്തി. ഇവിടെ വെള്ളിയാങ്കല്ലാണ് കേട്ടോ. വെറുതെ ചുമ്മാ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഫോട്ടോ എടുക്കാൻ പോയതായിരുന്നു. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി. വിശാലേ, എന്താ കാട്ടണ്? ഗെയിം കളിക്കേ? ഉമ്മ അവിടെ. ഓക്കെ. ഇവിടെ അടിപൊളി ചിക്കൻ പൊരിച്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച് ചെയ്താൽ പായസം, ലേശം പായസം കുടിച്ചു കേട്ടോ. ശൈലജ് പായസം കുടിച്ചാ? അടിപൊളി. ഇതുണ്ടോ? ഇതെന്തോ എന്താ കളറ്? മയണൈസും സോസും ഇവിടെ കുതി കഴിക്കുക. ഇത് ഇവിടെ അടുപ്പത്ത് അതെന്താ അണ്ടിപ്പരിപ്പല്ലേ? ചിക്കൻ പൊരിക്കുന്നത്. വെള്ളം എണ്ണയ്ക്ക് ഉടുപ്പ് കൂട്ടിയതിലേക്ക്. ഇതിലെന്താ ചോറാ തോന്നുന്നു. ഈ ചിക്കൻ നല്ല ചിക്കൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കി കേട്ടോ. ടേസ്റ്റും ഇതിനെ മൂടി വരണം. തുറന്നോ? എടുത്ത് ഓക്കെ. ലേശം മയോണൈസ് എടുക്കാം. ഇതെന്താ വരാത്ത? കുറച്ച് മതി. ഓക്കെ, ഇത് അടച്ചു വെച്ചോളാം. ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഓരോ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് റിവ്യൂ ചെയ്യാം. ഈ ചിക്കൻ്റെ റെസിപ്പി, ഈ ചിക്കൻ ഇങ്ങനെ സ്മൂത്ത് ആവാനുള്ള സീക്രറ്റ്
എന്താ വെച്ചാൽ ഒന്നാമത് ഉമ്മ ഉണ്ടാക്കിയോണ്ട്, രണ്ടാമത് നമ്മൾ ഈ സുർക്കയിൽ ഉപ്പിട്ടിട്ട് എന്താ 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 പറഞ്ഞ് പപ്പടക്കോല് വെച്ച് കിട്ടും. ഞാൻ പറയാൻ പറഞ്ഞു, അപ്പം എന്നോട് പറയാൻ പറഞ്ഞു. അടിപൊളി കേട്ടോ, നല്ല സോഫ്റ്റ് ജ്യൂസി ആയിട്ടുണ്ട്. അത് പൊട്ടത് മറ്റേ ഇതിലിടാനുള്ളതാണ്, ബിരിയാണിൻ്റെ മുകളിൽ ഇടാനുള്ളതാണ്. ഞാനും ഇതൊന്നും നിന്നത് കൊടുത്തു. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പാപ്പത്തിനും സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ കുറച്ച് ക്യാരറ്റും മുളകൊക്കെ ഇതിൽ വെട്ടിയിട്ട്, അപ്പോൾ സാലഡ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ലൈവ് പോയിരുന്നു, പക്ഷേ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ പറഞ്ഞാൽ ബാക്കായി. ഞാൻ ലൈവിൽ കുറച്ച് പേര് വാച്ച് ചെയ്തിരുന്നു, പക്ഷെ അതെന്താ ഉണ്ടായി അറിയില്ല. ഞാൻ ജസ്റ്റ് ചാറ്റ് എടുക്കുന്ന എടുത്തതാണ്, അപ്പത്തിനും പോയി. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, എന്തായാലും ഇനി നമ്മൾ ഇവിടെ കഴിക്കാനുള്ള സെറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, ബീഫ് ബിരിയാണി നല്ല സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളി. നല്ല സ്മെല്ലുണ്ട്. എന്തെങ്കിലും എടുക്കാണ്ടോ? പായസം മുത്തിട്ട് പോയി ക്ലാസ് ക്ലാസ് ഞാൻ ഉണ്ടാക്കിയാട്ടെ. സോസും മയോണൈസും മിക്സ് ചെയ്തിട്ട് ഹലോ ഗൈസ്, ഇത് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാ. ആ ടൈമിലാണ് ഇപ്പോൾ വിളിക്കണത്. ഇപ്പം അല്ലടാ. ഹലോ, നിങ്ങളും കൂടി നാട്ടിൽ വേണമായിരുന്നു അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. എന്നാ വരുമോ? ഇല്ല കഴിക്കാൻ പോകണുള്ളൂ. എന്താ ഒക്കെ ഇവിടെ കണ്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഓന്താ ഇവിടെ ഇരിക്കുന്നു. എന്നാ വരി. ഓക്കെ ഗൈസ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും കഴിച്ചു പോട്ടെ. ഗൈസ്, ബിരിയാണി അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്.